നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-നെ കണ്ണിന് കണ്ടുകൂടാത്തത് മാധ്യമങ്ങളെയാണ്. പാർട്ടി വലിയ യുദ്ധമാണ് മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന CPM ചാനലുകളോട് കട്ടക്കലിപ്പിലാണ്. മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിടുന്നുവെന്നാണ് പാർട്ടിയുടെ കരച്ചിൽ. എന്നാൽ കരുവന്നൂരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കരുവന്നൂർ ബാങ്കിനെ കുറിച്ചുള്ള വാർത്തയെ കൊടുക്കരുതെന്ന മട്ടിലാണ് CPM-ന്റെ ഇടപെടൽ വരുന്നത്. മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിടുന്നു. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച വന്നു. തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച വിഷയം ഉയർത്തിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചില കാര്യങ്ങൾ പറഞ്ഞു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. കാര്യങ്ങൾക്ക് വ്യക്തത വന്നിട്ടും പ്രചരിച്ചത് തെറ്റാണെന്ന് വരുമെന്നുള്ളതുകൊണ്ട് വസ്തുതകളെ തന്നെ മാറ്റി പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. CPM-ന് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പാൻ നമ്പർ മാത്രമാണുള്ളത്. ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും ഈ പാൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. 30 വർഷമായി ഉപയോഗിക്കുന്ന തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ ബാങ്കുകാർ ഈ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. ആ ശാഖ വഴി നിയമപരമായതും അനുവദനീയമായതുമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ. അതിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ ചെലവുകൾക്കായി മാർച്ച് 2-ന് പണം പിൻവലിച്ചത്. 5-ന് ബാങ്കിൽ പരിശോധന നടത്തിയ ആദായ നികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിക്കുകയും പിൻവലിച്ച പണം ചെലവാക്കാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാധ്യമങ്ങളിൽ പ്രചാരണമാക്കേണ്ട എന്ന് കരുതിയാണ് അന്ന് അതിനെതിരെ നിലപാട് സ്വീകരിക്കാതിരുന്നത്. തുടർന്ന് പാൻ നമ്പർ ചേർത്തതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി ബാങ്ക് ചെയർമാന് പാർട്ടി കത്ത് നൽകി. അവരത് രേഖാമൂലം അംഗീകരിച്ച് പാർട്ടിക്ക് മറുപടിയും നൽകി. ഇതെല്ലാം കഴിഞ്ഞ് പിൻവലിച്ച പണവുമായി ഏപ്രിൽ 30-ന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെത്താൻ IT തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ പണമാണ് പിടിച്ചെടുത്തത്. ഇതിനെയാണ് വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുന്നത്. IT വകുപ്പിന്റെ നടപടികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെയും നിയമപരമായി നീങ്ങുമെന്നും MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകുന്നത്. കരുവന്നൂരിൽ കോടാനുകോടികളുടെ തട്ടിപ്പ് നടത്തി. അതും പോരാഞ്ഞ് കേസ് മുക്കാൻ വേറെ ഉഡായിപ്പും കാണിച്ചു. അതെല്ലാം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് CPM. കരുവന്നൂർ വിവരങ്ങൾ പുറത്തു വരരുത്, ചാനലുകാർ അത് റിപ്പോർട്ട് ചെയ്യരുത്. CPM-ന്റെ കണ്ണിൽ ദേശാഭിമാനിയും കൈരളിയും മാത്രമാണ് മികച്ച മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. സർക്കാരിനെയും CPM-നെയും പ്രതിസന്ധിയിലാക്കുന്ന ഏത് വാർത്ത കൊടുത്താലും CPM-ന് കുരുപൊട്ടും. പിന്നെ മാധ്യമങ്ങൾ കൊള്ളില്ല, വ്യാജം പടച്ചുവിടുന്നുവെന്നായി. വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകില്ല, ധാർഷ്ട്യം കാണിക്കും. പിന്നെ ചോദ്യം ചോദിക്കുന്നവരോട് ഏത് മാധ്യമമാണ്, അവരുടെ ജാതകം വരെ അറിഞ്ഞാലേ മറുപടി നൽകൂ. ഇവരുടെ ധാർഷ്ട്യം കാണാനിരിക്കുകയല്ല ഈ മാധ്യമങ്ങൾ. ഇതൊക്കെ പാർട്ടി ഓഫീസിൽ കാണിച്ചാൽ മതിയെന്ന് മാധ്യമങ്ങളും മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങളും സർക്കാരും CPM-ഉം തമ്മിൽ വലിയ പോരാണ് നടക്കുന്നത്. ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളിൽ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറിയിട്ടുണ്ട് CPM നേതാക്കൾ. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന് EP ജയരാജൻ നിന്നങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതൊക്കെ നിങ്ങൾ അറിയുന്നത് എന്തിനാണ് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സൗകര്യമുള്ളത് കൊണ്ടാണ് പോയത്, പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഇതൊക്കെ നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? ചോദിക്കാനുള്ള ചോദ്യം കൃത്യമായി തന്നെ ചോദിക്കും, അതിന് മറുപടി കിട്ടണം. ഇപ്പോഴും നമ്മൾ പറയുന്നു, പാർട്ടി സെക്രട്ടറി എവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അത് എന്തിനെന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്.